ഡോക്ടറെ, എൻ്റെ വണ്ണം എൻ്റെ തൈറോയ്ഡ് കൊണ്ടാണ്. എൻ്റെ OPയിൽ ദിവസവും വരുന്ന 20 ആളുകളിലെ 19 പേരും പറയുന്നത് ഇതാണ്. അതിൽ 19 പേരും പറയുന്നത് തെറ്റാണ്. മൊയ്തീൻ പറയാണ് എന്നോട്, ഡോക്ടറെ എൻ്റെ 25 കിലോ തൈറോയ്ഡ് ആണെന്ന്. മൊയ്തീൻ തൈറോയ്ഡ് കൊണ്ട് കൂടുതൽ പരമാവധി ഒരു 2 മുതൽ 5 കിലോ മാത്രമേ കൂടുള്ളൂ. അത് കൊഴുപ്പല്ല, കൂടുതലും വെള്ളമാണ്. അപ്പൊ മൊയ്തീൻ എന്നോട് ചോദിക്കണം, അപ്പൊ ബാക്കി 20 കിലോ എൻ്റെ കൂടിയത് എങ്ങനെയെന്ന്. അത് ബിരിയാണിയാണ് മൊയ്തീനെ. തൈറോയ്ഡിന്റെ പേരും പറഞ്ഞ് ബിരിയാണിയെ രക്ഷപ്പെടുത്തരുത്. ഇതിന്റെ സയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഹൈപ്പോ തൈറോയിഡിസത്തിൽ, അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറയുകയാണെങ്കിൽ മെറ്റബോളിസം ഏകദേശം 5 മുതൽ 10% വരെ കുറയും. അതായത് ദിവസവും 100 തൊട്ട് 150 കലോറി വരെ കുറയും. 25 കിലോ അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, തൈറോയ്ഡ് പ്രോബ്ലങ്ങൾ ശരിക്കുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. TSH ടെസ്റ്റ് വളരെ വില കുറഞ്ഞതാണ്. 40 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവരും നിർബന്ധമായിട്ട് ഒരിക്കലെങ്കിലും അത് ചെയ്തു നോക്കണേ, പ്രത്യേകിച്ച് സ്ത്രീകൾ. പിന്നെ വണ്ണം കുറക്കാൻ തൈറോയ്ഡ് ഗുളികകൾ കഴിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഏറ്റവും വലിയ അപകടമാണ്. അങ്ങനെ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് തൈറോയ്ഡിന്റെ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയും ചെയ്യാം, ഹൃദയം മിടിപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും, എല്ലുകൾ ദ്രവിക്കും, ഓസ്റ്റിയോപോറോസിസ്, നമ്മുടെ പേശികളൊക്കെ നഷ്ടപ്പെടും, ചിലർ അങ്ങനെ മരിക്കാറുണ്ട്. അപ്പോൾ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തൈറോയ്ഡ് ഗുളികകൾ കഴിക്കരുത്. നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷനെ നേരാക്കിയാൽ മാത്രം നമ്മുടെ വണ്ണം കുറയില്ല. ഡയറ്റും എക്സസൈസും നിർബന്ധമായിട്ടും ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഡോക്ടർ അങ്കിളിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്, തൈറോയ്ഡ് ഒരു പക്ഷേ ഒരു കാരണമാകാം, ഒരിക്കലും അത് തടി കുറക്കുന്നതിൽ ഒരു ഒഴിവ് കഴിവായി മാറരുത്. എന്നാൽ സ്ത്രീകളിൽ ഒരു യഥാർത്ഥ വില്ലനുണ്ട്, അത് തൈറോയ്ഡ് അല്ല. 5ൽ 1 സ്ത്രീകൾക്കും, ഇന്ത്യൻ സ്ത്രീകൾക്കും അതുണ്ട്. നാളെ നമ്മളൊരു പെൺകുട്ടിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. See you, bye bye.